ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മത്തങ്ങ പയർ എരിശ്ശേരിയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഒരു ഹാഫ് ആൻ അവറിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം നമ്മളൊരു അരക്കപ്പ് കുതിർത്തിയ വൻപയർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നികന്ന് നിൽക്കുന്നതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. പിന്നെ കുതിർത്തിയിട്ടില്ലെങ്കിൽ അതനുസരിച്ച് വെള്ളം ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുതിർത്തിയേക്കുന്നതുകൊണ്ട് അത് നികക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കുക. പിന്നെ പയറിൻ്റെ വേവ് അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഞാനിവിടെ ഒരു 2 വിസിലാണ് അടിച്ചേക്കുന്നത്. 2 വിസിൽ അടിച്ചിട്ട് ആവി പോയതിന് ശേഷം തുറന്ന് നോക്കിയാണ് ചെയ്തത്. പയർ ഒരുപാട് വെന്തുടയാൻ പാടില്ല. പിന്നെ കുതിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 കൂടുതൽ വിസിൽ അടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 2 വിസിൽ അടിച്ചപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തന്നെയാണ് മത്തങ്ങയും കൂടി ഇട്ട് വേവിക്കാൻ വേണം. അപ്പോൾ ഇത്രയും വേവ് നമുക്ക് മതിയാവും കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 250 ഗ്രാം മത്തങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഇത്തിരി കുറവൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 250 ഗ്രാം മത്തങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അത് കളറിന് വേണ്ടി മാത്രം മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. ഒരൊറ്റ വിസിൽ വിളിച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ മത്തങ്ങ വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഒരു വിസിൽ വിളിച്ചിട്ട് തുറന്ന് എടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരപ്പിനായിട്ടൊരു 1/4 കപ്പ് തേങ്ങ, ഒരു വലിയ ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമ്മൾ അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണമെന്നില്ല, നേരിയ തരിയോട് കൂടിയിട്ട് ഇത് അരച്ചെടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. ഫൈനായിട്ട് അരയ്ക്കണ്ട. ഒരൊറ്റ വിസിലിൽ മത്തങ്ങ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക. നേരിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്തിട്ട് അതൊന്ന് അലിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ആ അരപ്പ് ഒന്ന് വെന്ത് വരണ വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കി എടുക്കണം. നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കാണ്ട്. അപ്പോൾ അത് നോക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കണം. പാൻ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് നോർമൽ കറിവേപ്പില, വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ 1/4 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുക. നാളികേരം ചേർത്തതിന് ശേഷം നമ്മളിത് സിമ്മിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ചെറു തീയിലിട്ട് തന്നെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതൊരു പകുതി ഇങ്ങനെ വറുത്ത് വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി, നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. മൊത്തം നമ്മളിതിലൊരു 1/2 ടീസ്പൂണാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ അരപ്പിലും 1/4 ടീസ്പൂൺ ഇതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക, മിക്സ് ചെയ്യുക. ഈ വറവ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കറി കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് ചേർക്കുന്ന ടൈമിൽ ഒരു 1/4 ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സോ വെള്ളം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് കിട്ടും. വറവ് ചേർത്തതിന് ശേഷം ഒരിക്കലും വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആ തേങ്ങ വറുത്തതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ നഷ്ടപ്പെടും. നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ അരപ്പ് ചേർക്കുന്ന ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അതേപോലെ ശർക്കര ചേർത്ത് കൊടുത്താലാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഓണത്തിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അരമണിക്കൂർ മതി. നമ്മൾ നാളികേരമൊക്കെ നേരത്തെ ചിരകി വയ്ക്കുകയാണെങ്കിൽ അരമണിക്കൂർ പോലും വേണ്ട. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.